ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നതിൽ നിന്ന് വിടുതൽ. കഴിഞ്ഞ എപ്പിസോഡിൽ പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നു എന്നുള്ള വിഷയത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് അനേകർ കാണുകയുണ്ടായി, പലരും പ്രതികരിച്ചു. പ്രധാന പ്രതികരണത്തിൽ കാണുന്നത്, പ്രധാനമായിട്ടും പ്രതികരണത്തിലൂടെ ചോദ്യങ്ങൾ വരുന്നത്, ഇങ്ങനെ പാമ്പുകളെ കാണുന്നത് അതിൻ്റെ അർത്ഥമെന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായിട്ടും പ്രതികരണങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഒരു പ്രതികരണത്തിൽ പറയുകയാണ്, ഒരു കൂട്ടം പാമ്പിനെ ഒരു മനുഷ്യൻ ഇറക്കിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. എന്താണ് അർത്ഥം? ആ വ്യക്തിയുടെ സാഹചര്യം, ആ വ്യക്തി ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഇതെല്ലാമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഒരു കൂട്ടം പാമ്പിനെ ഒരു മനുഷ്യൻ ഇറക്കിക്കൊണ്ടുപോകുന്നു എന്ന് കാണുമ്പോൾ അതൊരു വിടുതൽ പോലെയാണ് ബോധ്യമാകുന്നത്. മറ്റൊരാൾ എഴുതിയിരിക്കുന്നത്, 3 പാമ്പിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്താണ് കണ്ടത്, എന്തായിരുന്നു ആ സ്വപ്നത്തിലെ ബാക്കി ഭാഗം, ഇതൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് അതിന് നമുക്കൊരു മറുപടി പറയാൻ കഴിയത്തില്ല. മറ്റൊരാൾ കണ്ടത്, ഒരു കൂട്ടം പാമ്പുകളെ തല്ലിക്കൊല്ലുന്നതും എന്നെ കണ്ട് പാമ്പുകൾ ഭയന്നോടുന്നതുമായി ആണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ഏതോ ഒരു മേഖലയിൽ വലിയൊരു വിജയം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആത്മീക ശക്തി കർത്താവിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളെ എതിർത്ത ആ പാമ്പുകളെ അല്ലെങ്കിൽ ദുരാത്മ സംഘങ്ങളെ തകർത്തിരിക്കുകയാണ്. ഒരു വിജയമാണ് കാണുന്നത്. മാത്രമല്ല, നിങ്ങളുടെ റാങ്കിങ് ഉയർന്നിരിക്കുകയാണ്, ഉയർന്ന തലങ്ങളിൽ എത്തിയിരിക്കുന്നതിനാൽ നിങ്ങളെ ഇപ്പോൾ കണ്ട് പിശാചുക്കൾ ഭയപ്പെടുന്നു. അതാണ് യഥാർത്ഥത്തിൽ എല്ലാ ദൈവമക്കളുമായുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ടത്. നിങ്ങളെ കണ്ട് പിശാചുക്കൾ ഭയപ്പെടണം. പൊതുവായിട്ടുള്ള അർത്ഥങ്ങൾ പറയാം. അപ്പം ഇങ്ങനെ എന്താണ് സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങൾ, പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ അർത്ഥമെന്നുള്ള ചോദ്യത്തിന് പൊതുവായുള്ള അർത്ഥം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ, വചനത്തിൽ പാമ്പുകളുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൊതുവായിട്ടുള്ള ചില അർത്ഥങ്ങൾ ആദ്യമായിട്ട് പങ്കുവയ്ക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അപ്പോൾ പാമ്പിൻ്റെ ഒരു സ്വഭാവം അവിടെ കാണുക, കൗശലം. ആ കൗശലം എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് മറ്റ് പല കാര്യങ്ങളും, മറ്റ് പല സ്വഭാവങ്ങളും അവിടെ പ്രകടമാകുന്നു. ചതിവ്, വഞ്ചന, ഇതെല്ലാം അതിനകത്തുണ്ട്. അതുതന്നെയാണല്ലോ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്നു. 9 മുതൽ വായിക്കുമ്പോൾ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ. 4 പേരുകളോടെ ശ്രദ്ധിക്കുക. പിശാച്, സാത്താന്, മഹാസർപ്പമായ പഴയ പാമ്പ്. അപ്പോൾ പിശാചെന്നും സാത്താനെന്നും പാമ്പെന്നും മഹാസർപ്പമെന്നും 4 പേരുകൾ അവിടെ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പോകുമ്പോഴും ഇതേപോലെ 4 പേരുകൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പിശാചിനെ വിളിക്കേണ്ടത് പിശാചെന്നോ സാത്താനെന്നോ മഹാസർപ്പമെന്നോ പാമ്പെന്നോ ഈ പേരുകളാണ് അവനെ വിളിക്കേണ്ടത്. അവൻ്റെ കൂടെയുള്ള ദുരാത്മാക്കൾ, നിരവധി ദുരാത്മാക്കളുണ്ട്. മറ്റൊരു കാര്യം, ഈ പാമ്പുകളുമായി ബന്ധപ്പെട്ട് ഒരു പാമ്പുകളുടെ ഒരു സംവിധാനം തന്നെ ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ, പിശാചിൻ്റെ രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. പൊതുവിൽ ദുരാത്മാക്കൾക്ക് പാമ്പിൻ്റെ വേഷം ധരിക്കുവാൻ അല്ലെങ്കിൽ പാമ്പിൻ്റെ രൂപമെടുക്കുവാൻ കഴിയുന്നുണ്ട്. പിശാചുകൾക്ക് പല രൂപമെടുക്കുവാൻ കഴിയും. ചിലർ ആനയെ സ്വപ്നത്തിൽ കാണാറുണ്ട്. അത് ഒരു സാധാരണ കാര്യമാണ്.
അപ്പോൾ വിവിധ രൂപങ്ങൾ എടുക്കുവാൻ പിശാചിന് കഴിയും. പാമ്പ് എന്ന് പറയുന്നത് പൊതുവായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അത് സംഭവിച്ചിരിക്കുന്നതിനാൽ അത് തുടർന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെയും നമുക്ക് പാമ്പിനെയും മഹാസർപ്പത്തെയും കാണുവാൻ കഴിയുന്നതിനാൽ ഇത് ഒരു സാധാരണമായി അവനെടുക്കുന്ന ഒരു രൂപമാകുന്നു. ആ ഒരു സംവിധാനത്തിൽ അവൻ്റെ ആ രാജ്യത്തിനകത്ത് പിശാചുക്കളുടെ ഒരു പ്രത്യേക വിഭാഗം തന്നെ, പാമ്പുകളുടെ രൂപം എടുത്തിരിക്കുന്ന വിഭാഗം തന്നെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അവൻ്റെ സ്വഭാവം പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ അവൻ്റെ സ്വഭാവം പറയുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. സർപ്പത്തിൻ്റെ ഒരു സ്വഭാവം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കുറ്റം ചുമത്തുന്നവനാകുന്നു, അപവാദിയാകുന്നു. അത് പിശാചിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ആ പേരിനകത്ത് പാമ്പെന്നും മഹാസർപ്പമെന്നുമുള്ള പേരുകൾ കൂടെ പറഞ്ഞിരിക്കുന്നതിനാൽ അവയ്ക്കെല്ലാമുള്ള ഒരു സ്വഭാവമായിട്ട് നമുക്കത് സ്വീകരിക്കുവാൻ കഴിയും. ഈ വചനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടുമുള്ള ചില അർത്ഥങ്ങൾ, സ്വപ്നത്തിൽ നിങ്ങൾ പാമ്പുകളെ കാണുകയാണെങ്കിൽ അതിൻ്റെ പൊതുവായുള്ള ചില അർത്ഥങ്ങൾ, ഒന്നാമതായിട്ട് പാമ്പിനെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് ഒരു ടെംപ്റ്റേഷൻ, ഒരു പരീക്ഷ നിങ്ങൾക്ക് വരുവാൻ പോകുന്നു. വിശേഷിച്ചും എന്തോ ഒരു പാപം ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷ വരുവാൻ പോകുന്നു എന്നുള്ളൊരു സന്ദേശം അതിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാം. മറ്റൊന്ന് വഞ്ചന, ചതിവ്, തട്ടിപ്പ്. പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്ന സന്ദർഭത്തിൽ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്, ചതിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്, തട്ടിപ്പിനിരയാകുവാനുള്ള സാധ്യതയുണ്ട്. ആത്മിക ആക്രമണം. പാമ്പുകളെ സ്വപ്നത്തിൽ കാണുമ്പോൾ വളരെ സ്പഷ്ടം ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥ ആത്മിക ആക്രമണത്തിൻ്റെ ഒരവസ്ഥയിലാണ്. സജീവമാകുക, പ്രാർത്ഥനയിൽ സജീവമാകുക, ആത്മിക ആക്രമണത്തിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തുക വളരെ വ്യക്തമായിട്ട് റോമാലേഖനം 16:20 പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. മറ്റൊരർത്ഥം ദൈവത്തിനെതിരെയുള്ള മത്സരം. നിങ്ങൾ ദൈവത്തിനെതിരെ മത്സരിക്കുവാൻ, റിബല്യസ് ആകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സന്ദേശം അതിൽ കാണാൻ സാധ്യതയുണ്ട്. വേറൊന്ന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാഹചര്യം, അപകടകരമാകുന്നൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. സൂക്ഷിക്കണം. പാമ്പുകളെ കാണുമ്പോൾ തിന്മയുടെ അടയാളമാകുന്നു ഈവിൾ. ചുറ്റും ഈവിൾ, തിന്മ ഉണ്ട് എന്ന അറിവ് ലഭിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാമ്പുകളെ സ്വപ്നത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ അത് മന്ത്രവാദം നിങ്ങൾക്കെതിരെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശമാകുവാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ കഴിയത്തില്ല. ഇതൊന്നും ഭയത്തിന് കാരണമാകരുതേ. നിങ്ങൾ ഭയപ്പെടുവാനുള്ളവരല്ല. കർത്താവാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദലാകുന്നുവെങ്കിൽ മന്ത്രവാദത്തെ ഭയപ്പെടേണ്ട കാര്യമേയില്ല. പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമേയില്ല. അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും. അതിനുള്ള ആത്മീക ആയുധങ്ങൾ നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുകയാണ്. ജീവിതത്തെ ക്രമപ്പെടുത്തി ആ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് എങ്കിൽ നിസ്സാരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കീഴ്പ്പെടുത്തുവാനും കഴിയും. അതിൻ്റെ മേൽ വലിയ വിജയവും ലഭിക്കും. വേറൊന്ന്, സാത്താൻ ഒരു കെണി, ഒരു ട്രാപ്പ് ഒരുക്കിയിരിക്കുന്നു. വേറൊരു മേഖല രോഗം, ജീവനെതിരെയുള്ള ഭീഷണി. ഇനിയൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ലൈംഗിക പാപങ്ങൾ. പാമ്പുകളെ സ്വപ്നത്തിൽ കാണുമ്പോൾ ലൈംഗിക പാപങ്ങൾ അടുത്തെത്തിയിരിക്കുന്നു. ഏതെങ്കിലും ലൈംഗിക പാപങ്ങളിൽ വീടുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ചും പോണോഗ്രാഫി, ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. പോണോഗ്രാഫി, മോശമാകുന്ന ചിത്രങ്ങൾ കാണുവാനുള്ള ഒരു പരീക്ഷ വരുവാൻ പോകുന്നു എന്നുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പൊതുവായിട്ടുള്ള അർത്ഥങ്ങളാണ് ടെംപ്റ്റേഷൻ, വഞ്ചന, ചതിവ്, തട്ടിപ്പ്, ആത്മിക ആക്രമണം, ദൈവത്തിനെതിരെയുള്ള മത്സരം, അപകടകരമാകുന്ന ഡേഞ്ചറസ് ആകുന്നുള്ള ഒരു സാഹചര്യം, തിന്മ, ഈവിൾ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നു, മന്ത്രവാദം, 8-ാമതായിട്ട് സാത്താൻ ഒരു കെണി ഒരുക്കിയിരിക്കുന്നു, 9-ാമത് രോഗം, ജീവനെതിരെയുള്ള ഭീഷണി, 10 ലൈംഗിക പാപങ്ങൾ.
ഇനിയും ചില സ്വപ്നങ്ങൾ കാണുന്ന വ്യത്യസ്തമാകുന്ന സ്വപ്നങ്ങളല്ലേ നിങ്ങൾ കാണുന്നത്. അതിൽ ചിലത് നമുക്ക് പിറക്കിയെടുക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മൂർഖൻ പാമ്പ് കൊത്തുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ജീവന് ഭീഷണി, ത്രെറ്റ് ടു ലൈഫ്. തൻ്റെ ജീവനെതിരെ ഒരു ഭീഷണി ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് രോഗം വരാതിരിക്കുവാൻ സൂക്ഷിക്കുക, അപകടം വരാതിരിക്കുവാൻ സൂക്ഷിക്കുക, ജീവനെതിരെയുള്ള ആക്രമണങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങളെ റിവേഴ്സ് ചെയ്യുക. ആ ആത്മീക മേഖലയിൽ നിങ്ങൾ ആ കാര്യങ്ങളെ തകർക്കുക. പാമ്പ് നിങ്ങളെ ഓടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എങ്കിൽ ഒന്ന് മന്ത്രവാദമായിരിക്കും, നിങ്ങൾക്കെതിരെ ഒരു മന്ത്രവാദം സജീവമായിരിക്കുന്നു എന്ന ഒരു സന്ദേശം. അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുവാൻ പോകുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുവാൻ പോകുന്നു എന്ന അർത്ഥം. പാമ്പ് നിങ്ങളുടെ കൂടെ കട്ടിലിൽ കിടക്കുന്നു, നിങ്ങൾ പാമ്പിനോടുകൂടെ ഉറങ്ങുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അത് മന്ത്രവാദമാണ്. പൊതുവിൽ നമുക്കങ്ങനെ ധരിക്കുവാൻ കഴിയും. മന്ത്രവാദ ശക്തി നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ശ്രമം നടത്തുകയാണ്. ഏതെങ്കിലും ഒരു ശരീരാവയവത്തിൽ പാമ്പ് ചുറ്റിയിരിക്കുന്നതോ, ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് പാമ്പ് ചുറ്റിയിരിക്കുന്നത് കാണുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു ശരീരാവയവത്തിൽ പാമ്പ് ചുറ്റിയിരിക്കുന്നത് കാണുകയാണെങ്കിൽ, പാമ്പിൻ്റെ ആക്രമണം നടക്കുന്നത് കാണുകയാണെങ്കിൽ ആ അവയവത്തിന് കേടുവരുത്തുവാൻ വേണ്ടി പിശാചുക്കൾ ശ്രമിക്കുന്നു. പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുക്കുക. ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു പാമ്പിനെ കാണുന്നു, അല്ലെങ്കിൽ കട്ടിലിൽ പാമ്പിനെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കുടുംബപ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ലൈംഗിക പാപങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതിനെ കീഴ്പ്പെടുത്തുക. ടോയ്ലറ്റിൽ പാമ്പിനെ കാണുകയാണെങ്കിൽ രഹസ്യപാപം, സീക്രട്ട് സിൻസ്. ചില രഹസ്യപാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ രഹസ്യപാപങ്ങൾ വരാൻ പോകുന്നു. പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് കാണുന്നുവെങ്കിൽ വിജയം. പൈശാചിക മേഖലയെ നിങ്ങൾ തകർത്തിരിക്കുന്നു, നിങ്ങൾക്കതിനുള്ള ആയുധം ലഭിച്ചിരിക്കുന്നു. ആത്മീകമായി നിങ്ങൾ സജ്ജമായിരിക്കുന്നു. ഏതോ ശക്തികൾ നിങ്ങളെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചതിനെ, എതിർക്കുവാൻ വേണ്ടി ശ്രമിച്ചതിനെ നിങ്ങൾ ഇല്ലാതെയാക്കിയിരിക്കുന്നു. ചത്ത പാമ്പിനെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അതും വിജയത്തെ കാണിക്കുന്നു. ഏതോ ഒരു ശക്തി നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ പരിപാടികൾ ആസൂത്രണം ചെയ്ത ഒരു ശക്തി തകർന്നിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ്. ഇനി നമുക്ക് ആ വിടുതലിലേക്ക് പ്രവേശിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നു? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ജനറേഷണൽ റീസൺസ്. മുൻ തലമുറകളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ചില സ്വാധീനങ്ങൾ മുഖാന്തരമായിട്ട്, മുൻ തലമുറകൾ ചെയ്ത കാര്യങ്ങളായിരിക്കാം, മുൻ തലമുറകളിൽ നിന്ന് നിങ്ങളിലേക്ക് പകരപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അത് മുഖാന്തരമായിട്ട് ജനറേഷണലായിട്ടുള്ള കാരണങ്ങൾ ഇതിൻ്റെ പിന്നിൽ കാണുവാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടെത്തി, അതാണ് കാരണം, ജനറേഷനിലാണ്. ഈ പാമ്പുകളെ വീണ്ടും വീണ്ടും സ്വപ്നത്തിൽ കാണുന്നതിൻ്റെ പിന്നിൽ ഒരു ജനറേഷണൽ റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആ ജനറേഷണൽ റീസൺസിനെ ഇല്ലാതെയാക്കിയിട്ട് ഈ സ്വപ്നത്തിൻ്റെ മേഖലയെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ നിലനിൽക്കുന്ന നിലയിൽ വിടുതൽ സ്വീകരിക്കുവാൻ കഴിയും. സ്വകാര്യ പാപം, പേഴ്സണൽ സിൻ. വ്യക്തിപരമായി പാപത്തിൽ ജീവിക്കുന്നു, രഹസ്യപാപം തന്നെ. ആരും അറിയാതെ രഹസ്യപാപം ചെയ്യുന്നുവെങ്കിൽ, രഹസ്യപാപത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ, അതേപോലെയുള്ള സ്വകാര്യ പാപങ്ങളിൽ ജീവിക്കുന്നു. ഈ ഫോണിൽ മോശമായ കാര്യങ്ങൾ കാണുന്നു. ഇപ്പോൾ ലോകം വല്ലാത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും അധികം മനുഷ്യരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലൈംഗിക പാപങ്ങൾ എന്ന് പറയുന്നത്. ഭീകരമാകുന്ന നിലയിൽ ലൈംഗിക പാപങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആ സ്വകാര്യ പാപങ്ങൾ മുഖാന്തരമാണ് സ്വപ്നത്തിൽ പാമ്പുകൾ കയറി വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ അവിടെ മാനസാന്തരപ്പെടണം, പാപമേറ്റു പറയണം, ആ പാപപ്രവൃത്തിയെ വെറുക്കണം, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ചിട്ട് അതിന് കാരണമായി തീർന്നിരിക്കുന്ന ദുരാത്മാക്കളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്താക്കണം. അവിടെ നിങ്ങൾക്ക് ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ തന്നെ ആവശ്യമാണ്. ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയിൽ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന ദൈവദാസന്മാരുമായി ഒരുമിച്ചിരുന്ന് അതിൽ നിന്ന് വിടുതൽ സ്വീകരിക്കുക.
മറ്റൊന്ന് മന്ത്രവാദമാണ്. മന്ത്രവാദ മുഖാന്തരമാണ് ഈ പാമ്പുകൾ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നിരിക്കുന്നത് എങ്കിൽ, നിങ്ങളത് അറിഞ്ഞുവെങ്കിൽ അതിനെ തകർക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ആ മേഖലയെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ക്ഷമ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അവരോട് കയ്പ്, വിരോധം, വിദ്വേഷം ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ അവരോട് ക്ഷമിച്ചതിന് ശേഷം അതിൻ്റെ പിന്നിലുള്ള ദുരാത്മശക്തികളെ നിർവീര്യമാക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ അതിനെ നിർവീര്യമാക്കുവാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ മന്ത്രവാദം എന്ന് പറയുന്നത് ഭീകരമായി വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും എൻ്റെ അരികിൽ ഒരാൾ വരികയുണ്ടായി. തൻ്റെ കുടുംബത്തിനെതിരെ, തൻ്റെ വസ്തുവകകൾക്കെതിരെ മന്ത്രവാദം, താനൊരു റിസോർട്ടൊക്കെ നടത്തുന്നുണ്ട്, ആ റിസോർട്ടിൽ ഒരുപാട് തകിടുകൾ കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി എൻ്റെ അരികിൽ വന്നു. ആരാണത് ചെയ്യുന്നത് എന്ന് തനിക്ക് അറിയുകയും ചെയ്യും. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മന്ത്രവാദമാണ് കാരണമെങ്കിൽ മന്ത്രവാദത്തെ തകർക്കുന്ന ഒരു പ്രാർത്ഥന ആ മേഖലയിൽ പരിചയസമ്പന്നരാകുന്ന ദൈവദാസന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ മന്ത്രവാദ ശക്തിയെ തകർക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം അത് മുഖാന്തരം സ്വപ്നത്തിലേക്ക് ഇനിയും ദുരാത്മാക്കൾക്ക് പ്രവേശനമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഇനി നിങ്ങളുടെ ലൊക്കേഷനുണ്ട്, നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ മേൽ വരുന്ന സ്വാധീനങ്ങളുണ്ട്. ദേശത്ത് ഇതേപോലെയുള്ള ആരാധനയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഇടങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുവെങ്കിൽ, നിങ്ങളുടെയും ബാല്യകാലത്തൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പം ഞാൻ വളർന്നു വരുന്ന സന്ദർഭത്തിൽ ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു. എനിക്ക് ചുറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത വീട്ടുകാരൊക്കെ അവർ പാമ്പാട്ടിയെ വിളിച്ചതിന് ശേഷം പാമ്പിനെ പിടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ ഇൻവോൾവായി. അവിടെ പോയി ഇത് കാണുമായിരുന്നു. ഇത് കാണാൻ വേണ്ടി അവിടെ പോയി, കുഞ്ഞുങ്ങളിലെ ഇത് കാണാൻ രസത്തിന് വേണ്ടി അയലോകത്തെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ പാമ്പാട്ടി ഇങ്ങനെ ഊതുന്നു, അന്നേരം പാമ്പുകൾ വരും. ഇതെല്ലാം കണ്ടത് മുഖാന്തരം ലൊക്കേഷൻ, ഞാനായിരുന്ന ആ ദേശം എന്നെ സ്വാധീനിക്കുകയുണ്ടായി. ആ ദേശത്തിൻ്റെ സ്വാധീനം പിന്നെ രക്ഷിക്കപ്പെട്ടപ്പോൾ അത് പിന്നെ അങ്ങ് തുടരുകയാണ്. ആ സമയത്തുണ്ടായ ദേശത്തുണ്ടായ സ്വാധീനങ്ങളിൽ ഞാൻ അതിൽ പങ്കാളിയായി തീർന്നു, ഇൻവോൾവായി തീർന്നത് മുഖാന്തരം എന്നിലേക്ക് വന്നിരിക്കുന്ന ലീഗൽ ക്ലെയിംസ്, അത് ഈവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഇത് വളരെ വിചിത്രമായി നിങ്ങൾക്ക് തോന്നും, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുമോ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ തുടർന്ന്. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ചിലപ്പോൾ സോൾ റിലത്തിൽ, പ്രാണൻ്റെ തലത്തിലോ ശരീരത്തിൻ്റെ തലത്തിലോ തുടരുവാൻ സാധ്യതയുണ്ട്. ആത്മാവ് പൂർണ്ണമായും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ നമ്മൾ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞതിനെ ബ്രേക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. യേശുവിനെ രക്ഷകനെയും കർത്താവുമായി സ്വീകരിക്കുന്ന ആ ഒരു പ്രാർത്ഥന ഏറ്റുപറയുന്നതോടുകൂടെ ഈ കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമായി പോയി എന്ന് ധരിക്കരുത്. പരിശുദ്ധാത്മാവ് അതുകൊണ്ട് തന്നെ നമ്മളെ വളരുവാൻ സഹായിക്കുന്നുണ്ട്. നമുക്കൊരു ക്രിസ്തീയ വളർച്ച ആവശ്യമാണല്ലോ. ആ ക്രിസ്തീയ വളർച്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിപ്പോകണം. ഇതൊരു സംഘർഷമായി എടുക്കരുത്, ഭയമായി എടുക്കരുത്. പകരം ഇത് അറിയേണ്ട ഒരു കാര്യം ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഞാനിതിനെ കീഴ്പ്പെടുത്തുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞാനിതിനെ കീഴ്പ്പെടുത്തുവാൻ പോകുന്നു എന്നുള്ള ഒരു വലിയ ധൈര്യവും തൻ്റെ ഇടവും നമുക്കുണ്ടാകണം. ഭയപ്പെടരുത്. ഈ കാര്യങ്ങളൊന്നും കേട്ട് നിങ്ങൾ അല്പം പോലും ഭയപ്പെടരുത്. ഇത് തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് മുഖാന്തരം വീണ്ടും ഒരു ഭയം നിങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ടിയല്ല. പാമ്പുകളെ ഇനി സ്വപ്നത്തിൽ കാണുമ്പോൾ തന്നെ ഭയപ്പെടരുത്. എഴുന്നേറ്റിരുന്ന് ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അവിടെ വിടുതലിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേശത്തിൻ്റെ മേൽ ഉള്ള സ്വാധീനം മൂലമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് നിങ്ങൾ ദേശത്തെ ശുദ്ധീകരിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേശത്തിൻ്റെ മേൽ നിങ്ങൾ അധികാരം ഏറ്റെടുക്കണം. നിങ്ങൾക്ക് കർത്താവ് അടുത്തൊരു പ്രതലത്തിലേക്ക് ഉയർത്തി തരും. അടുത്തൊരു റാങ്കിലേക്ക് കർത്താവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേശത്തിൻ്റെ മേൽ അധികാരം ലഭിക്കും. ദേശത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ നിങ്ങൾക്ക് ദേശത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയും. ഞാൻ പാർക്കുന്ന ഈ ദേശത്തിൻ്റെ മേൽ സ്വാധീനം ചെലുത്തുവാൻ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് അധികാരമില്ല. ആ ശക്തികൾക്ക് എന്നെ സ്വാധീനിക്കുവാൻ അധികാരമില്ല. ഞാൻ അതിൻ്റെ മുകളിലാകുന്നു എന്ന് പ്രഖ്യാപനം നടത്തണം. പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ വിജയം പ്രഖ്യാപിക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിടുതലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു പോർട്ടലായി തുറന്നു കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മിക്ക രാത്രികളിലും സ്വപ്നത്തിൽ പാമ്പുകൾ വന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത്
ഒരു തുറവി അവിടെയുണ്ട്. ഒരു കാര്യം തുറന്നു കിടക്കുകയാണ്, ഒരു പോർട്ടൽ തുറന്നു കിടക്കുകയാണ്. അതിനെ നിങ്ങൾ അടയ്ക്കണം. അടയ്ക്കുവാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ ജനറേഷണൽ കാര്യമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം, സ്വകാര്യ പാപം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം, മന്ത്രവാദം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം, ദേശം ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്വാധീനങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം. അതിനെ പരിഹരിച്ചതിന് ശേഷം ആ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു മാനസാന്തരപ്പെട്ട കാര്യങ്ങളെ വെറുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അധികാരമേറ്റെടുത്തിട്ട് ഈ പോർട്ടലിനെ അടയ്ക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്വപ്നത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്ന ഈവിൾ പോർട്ടലിനെ, തിന്മയുടെ പോർട്ടലിനെ ഞാൻ അടയ്ക്കുന്നു. ആ തിന്മയുടെ വാതിലിനെ ഞാൻ അടയ്ക്കുന്നു. പൈശാചികമാകുന്ന ആ വാതിലിനെ ഞാൻ അടയ്ക്കുന്നു. പകരം ദൈവികമാകുന്ന പോർട്ടലിനെ ഞാൻ തുറക്കുന്നു. പ്രോഫറ്റിക് പോർട്ടലിനെ ഞാൻ തുറക്കുന്നു. നന്മയുടെ പോർട്ടലിനെ ഞാൻ തുറക്കുന്നു. വിജയത്തിൻ്റെ പോർട്ടലിനെ ഞാൻ തുറക്കുന്നു. ആ പോർട്ടലിനെ നിങ്ങൾ അടയ്ക്കണം. അടച്ചതിന് ശേഷം വചനം ഏറ്റുപറഞ്ഞ് വിജയം പ്രഖ്യാപിക്കണം. വചനം നിരന്തരമായിട്ട് ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറാകുക. അതിന് സഹായകരമാകുന്ന ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയുമില്ല. ആ വാക്യം ഏറ്റുപറഞ്ഞ് വിജയം പ്രഖ്യാപിക്കുക. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ 17 മുതൽ വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഈ വചനം ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രഖ്യാപനം നടത്തണം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പിശാചിൻ്റെ തലയെ തകർത്തു. ആ തല തകർന്നതാകുന്നതിനാൽ വീണ്ടും ആ തലയെ ചതയ്ക്കുവാൻ വേണ്ടിയുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നാം ഓരോരുത്തരും ഇപ്പോൾ സഭയുടെ കാലുകളാകുന്നു. നമ്മുടെ ശരീരം സഭയുടെ ഭാഗമാകുന്നതിനാൽ നമ്മുടെ കാലുകൾ, അതിനെ നമുക്ക് വേണമെങ്കിൽ സഭയുടെ കാലെന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും. നിങ്ങളുടെ കാൽക്കീഴയാകുന്നു പിശാച്. റോമാലേഖനം 16:20 അതുകൊണ്ടാണ് പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. നിങ്ങളുടെ കാൽക്കീഴ് ദൈവം എങ്ങനെയാണ് സാത്താനെ തകർക്കുന്നത്? നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. അത് പാമ്പാ. കാൽക്കീഴെ നിങ്ങൾക്ക് ചതയ്ക്കുവാൻ കഴിയും. അതിശയകരമാകുന്ന ഒരു അധികാരത്തെയാണ് അവിടെ കാണിക്കുന്നത്. പാമ്പിനെ നിങ്ങൾ കാൽക്കീഴെ ചതച്ച് കളയുമ്പോൾ അത് അധികാരത്തെ കാണിക്കുകയാണ്. പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ അവിടെയും ഈ ശക്തിയെ നിങ്ങളുടെ കൈകളിൽ ഒതുക്കുകയാണ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ പ്രീച്ചിങ് കൊണ്ട്, നിങ്ങളുടെ ആത്മിക ശുശ്രൂഷ കൊണ്ട് നിങ്ങളതിനെ കീഴ്പ്പെടുത്തുകയാണ്. കാലുകൊണ്ട് ചവിട്ടുമ്പോൾ അവിടെയും അധികാരമാകുന്നു, പ്രകടമാകുന്നു. നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ ലഭിക്കുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ്. കാൽക്കീഴെ സാത്താനെ ചതയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നതിനെ മാത്രമല്ല നിങ്ങൾ ചതയ്ക്കുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ദൈവം ഒരു ശുശ്രൂഷ നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെ പിശാചിനെ കാൽക്കീഴെ ചതയ്ക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അധികാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതൊരു ശുശ്രൂഷയെ കാണിക്കുകയാണ്. ഇനി ഇവൻ്റെ അന്ത്യമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ അന്ത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ഒരിക്കലും ഇവൻ വിജയിയാകത്തില്ല. അവൻ്റെ അന്ത്യത്തെക്കുറിച്ച് വെളിപ്പാട് 20:2 പറയുന്ന, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലക്കിടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു 10-ാമത്തെ വാക്യത്തിൽ, 1000 വർഷം കഴിഞ്ഞപ്പോൾ അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തിപ്പൊയ്കയിലേക്ക്, ഈ പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ്, മഹാസർപ്പം എന്ന് അവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പാമ്പുകളുടെ മുഴുവൻ അന്ത്യമെന്ന് പറയുന്നത് ഗന്ധകത്തിപ്പൊയ്കയാണ്. അഭിഷേകമുള്ള നിങ്ങൾ ഇതിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം പാമ്പിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിശാച് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പാമ്പിൻ്റെ രൂപം പിശാച് സ്വീകരിച്ച് അങ്ങനെ പാമ്പുകളുടെ രാജ്യം മുഴുവൻ എവിടെ കണ്ടാലും മനുഷ്യരുടെ ശത്രുവായി തീർന്നിരിക്കുകയാണ്. ഇതിന് മാറ്റം വരും. ആ ജന്തുവിന് പോലും വിടുതൽ കിട്ടും. കർത്താവ് ഇവനെ
ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിക്കളയുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തമാകുന്ന അടയാളമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ. ആ 11-ാമത്തെ അധ്യായം പൊതുവിൽ വിശ്വസിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ 1000 ആണ്ട് വാഴ്ച കാലത്തെക്കുറിച്ചാണ്, 1000 ആണ്ട് വാഴ്ചക്കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പൊതുവിൽ വിശ്വസിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അവിടെ 8-ാം വാക്യത്തിൽ, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും. പാമ്പുമായിട്ട് ശിശുക്കൾ കളിക്കുന്ന നിലവാരത്തിലേക്ക് ഈ ജന്തുവിന് പോലും വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് ഈ ജന്തുവിനെ നമ്മൾ വെറുക്കുകയല്ലേ? നിങ്ങളെല്ലാവരും സ്വപ്നത്തിൽ ഈ ജന്തുവിനെ കാണുമ്പോൾ നമ്മൾ വെറുക്കുക, ഇതിനെ കണ്ടാൽ തല്ലിക്കൊല്ലുകയല്ലേ? എന്നാൽ ഈ ജന്തുവിന് പോലും ഒരു രക്ഷ കിട്ടാൻ പോവുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യെശയ്യാവ് 11:8, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. അപ്പോൾ അണലിയും സർപ്പവുമായിട്ടൊക്കെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന നിലവാരത്തിലേക്ക് ഈ ജന്തുവിന് പോലും വിടുതൽ ലഭിക്കുന്ന ഒരത്ഭുതം വരാൻ പോകുന്ന നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ശുദ്ധീകരിക്കുക. ഈ പ്രാർത്ഥന വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് ഇപ്പോൾ ഏറ്റുപറയുക. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, കർത്താവാകുന്ന കർത്താവായ യേശുക്രിസ്തു എന്റെ ആത്മാവിന്റെയും എന്റെ പ്രാണന്റെയും എന്റെ ശരീരത്തിന്റെയും കർത്താവ്. എന്റെ സ്വപ്നങ്ങളുടെ മേഖലയെ ഞാനിപ്പോൾ ശുദ്ധീകരിക്കുന്നു. പൈശാചികമാകുന്ന സ്വാധീനമുള്ള സ്വപ്നങ്ങളെ കാണത്തക്കവണ്ണം തുറന്നു കിടക്കുന്ന പോർട്ടലിനെ ഞാനിപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അടച്ചു പ്രാർത്ഥിക്കുകയാണ്. അതിന് കാരണമായിരിക്കുന്ന ജനറേഷണൽ പാപങ്ങളിൽ ഞാൻ മാനസാന്തരപ്പെടുന്നു. സ്വകാര്യ പാപങ്ങളിൽ ഞാൻ മാനസാന്തരപ്പെടുന്നു. മന്ത്രവാദ ശക്തിയെ തകർത്തു പ്രാർത്ഥിക്കുക. ഞാനായിരിക്കുന്ന ദേശത്തെ ഇപ്പോൾ പാമ്പുകളെ സ്വപ്നത്തിൽ കാണുന്ന പോർട്ടൽ ഡെവിളിഷ് പോർട്ടൽ പൈശാചിക പോർട്ടൽ അടഞ്ഞിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ അടഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ സ്വപ്നങ്ങളെ ശുദ്ധീകരിക്കുന്നു. ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും എനിക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. കർത്താവായ യേശുവേ, ഉൽപ്പത്തി 3:15 അടിസ്ഥാനത്തിൽ കാൽവരി ക്രൂശിൽ അങ്ങ് പിശാചിന്റെ തലയെ തകർത്തിരിക്കുന്നതിനാൽ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിന്റെ കാൽവരിയിൽ നേടിയ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ പൂർണ്ണ വിമോചനം പ്രാപിക്കുന്നു. എന്റെ സ്വപ്നങ്ങളെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധാത്മാവേ, പാമ്പുകളെ തകർക്കുവാൻ യേശു എന്റെ കയ്യിൽ നൽകിയിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. പിശാച് എന്റെ കാൽ കീഴെയാകുന്നു. യേശു അവന്റെ തല തകർത്തു. തകർന്ന തലയെ ഞാൻ തകർക്കുന്നു. റോമാലേഖനം 16:20 അടിസ്ഥാനത്തിൽ പിശാചിന്റെ തല പാമ്പുകളുടെ തല എന്റെ കാൽ കീഴെ തകർന്നിരിക്കുന്നു. അതിനാൽ ആ ആയുധം ഉപയോഗിച്ച് പാമ്പുകളെ ഞാൻ ഇല്ലാതെയാക്കുന്നു. അവയുടെ മേൽ പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും. എന്നിൽ നിന്ന് ഒരു ശുശ്രൂഷ പുറപ്പെടുകയും മറ്റുള്ളവർക്ക് ഞാനൊരു സഹായിയാകുകയും ചെയ്യും.
ചെയ്യും. ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ സജീവമാക്കും. ഉപവാസത്തെ എൻ്റെ ഉപവാസത്തെ ഞാൻ സജീവമാക്കും. എല്ലാ ആത്മീക ആയുധങ്ങളും ധാരാളമായി ഞാൻ ഉപയോഗിക്കും. ദിനംതോറും ഉപയോഗിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ തുടരും. എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം ഏറ്റുപറയും. വിജയത്തിൽ ഞാൻ ജീവിക്കും. ഇപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇന്നു മുതൽ ഒരിക്കലും പാമ്പുകളെ ഞാൻ സ്വപ്നത്തിൽ കാണുകയില്ല. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. വിജയം നൽകിയതിനായി സ്തോത്രം. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.